നമസ്കാരം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു വാർത്താ കാർഡ് കാണിച്ചു തരാട്ടാ. ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്തയുടെ കാർഡാണ്. തൂഫാൻ ഓപ്പറേഷൻ്റെ നോഡൽ ഓഫീസറായി IGR നിശാന്തിനെ നിയമിച്ചു എന്ന വാർത്ത. അതിനുള്ളിൽ ചുഴിഞ്ഞിറങ്ങിയപ്പോൾ വേറൊരു വാർത്ത കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നി. ആരെയോ മാറ്റിയിട്ടോ മാറിയിട്ടോ ഒക്കെ ആയിരിക്കുമല്ലോ പുതിയ ആളെ വെച്ചത്. അതിലെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇന്നലെ വരെ ഉണ്ടായിരുന്ന നോഡൽ ഓഫീസർ പുട്ട വിമലാദിത്യ അവധിയിൽ പോയിത്രേ. അതിലെന്താപ്പോൾ വാർത്ത? ഒന്നുമില്ല. വെറുതെ ഒരു കാര്യം ആലോചിച്ച് കൂട്ടിയിട്ട് കുഴപ്പമുണ്ടാക്കാൻ ഞാൻ തയ്യാറില്ല. എന്നിട്ട് വേണം ആ ആലോചന മെറ്റേനെ പോലെ ആരെങ്കിലും വന്ന് ഡിലീറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ആ ടൈപ്പല്ല, വേണ്ടാത്തതും ആലോചിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്തായാലും മുഖ്യ മാധ്യമങ്ങൾ മന്ത്രി VD സതീശൻ്റെ സോഷ്യൽ മീഡിയ പേജ് കോർഡിനേറ്ററും സംഘവും അറസ്റ്റിലായ MDMA വാർത്തയുടെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റുകൾ മുക്കാതെ വേറെയുണ്ട്. അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ അതും പറഞ്ഞ് ചൊറയാക്കരുത്. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് വരാം. VD മീഡിയ മുഖ്യമന്ത്രി കൊല്ലാൻ നോക്കിയ ആ സംഭവത്തെപ്പറ്റി മുഖ്യമന്ത്രി ഒടുവിൽ പ്രതികരിച്ചു. VD സതീശൻ എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ അടക്കം കോർഡിനേറ്റർ മുഹമ്മദ് ഹുസൈൻ ഉൾപ്പെടെ 3 യൂത്ത് കോൺഗ്രസ് പ്രമുഖർ രാസലഹരി കൈവശം വെച്ചതിന് പിടിയിലായ സംഭവത്തെക്കുറിച്ച് ഓപ്പറേഷൻ തൂഫാനിലൂടെ പുട്ട വിമലാദിത്യ നോഡൽ ഓഫീസറായിരുന്ന കാലത്ത്, അതായത് മൂപ്പർ അവധിയിൽ പോയി IGR നിശാന്തിന് ചുമതലയേറ്റെടുക്കും മുമ്പ് നടന്ന അറസ്റ്റിൻ്റെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതും പറയാത്തതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. പറയാത്തത് അറിയണമെങ്കിൽ പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ? അതുകൊണ്ട് ആദ്യം പറഞ്ഞത് കേൾക്കാം. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. ആരാ രണ്ടുപേര്? മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അയ്യോ, ആണോ? ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിന്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റു. എന്നിട്ട് പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ് ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എന്തൊരു കഷ്ടമാണ്. ആ പാവത്തിന് നല്ലോണം പരിക്കേറ്റു. നല്ല പരിക്കേറ്റിരുന്നു. ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹമുള്ള ആ വങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. ഫോട്ടോ മാത്രമല്ല CMA, വീഡിയോയും പിടിച്ചിട്ടുണ്ട്. ലേശം ബാക്ക് അടിച്ച് മൂപ്പരുടെ പേജിൽ തന്നെ പോയാൽ കിട്ടും. അത് അവിടെ നിൽക്കട്ടെ, അവസാനം പറയാം. ഇപ്പോൾ ഇത് പറയും. അതിനുശേഷം മൂപ്പരെ കണ്ടിട്ടേ ഇല്ല. അതിനുശേഷം ഇയാൾ എന്നെ 3-4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. 3-4 4 ആയിക്കോട്ടെ. 4 ഞാൻ മുന്നേ പറഞ്ഞ 1 5 തവണ കണ്ടു എന്ന് തന്നെ കൂട്ടിക്കോ. മുഖ്യമന്ത്രി പറയുന്നതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് നവകേരള സദസ്സിൽ തലതല്ലി ചതച്ച് പരിക്കേറ്റ് കുറേ കാലം തിരുമ്മലും ചികിത്സയും ഒക്കെയായി നിരാശ ബാധിച്ചൊരു പാവം യുവാവ് MDMAക്ക് അഡിക്റ്റ് ആയി എന്നാണ്. അപ്പം മറ്റേ ചങ്ങായിമാരോ? അത് പോട്ടെ, നമുക്ക് കോർഡിനേറ്ററുടെ കാര്യം നോക്കിയാൽ പോരെ. അല്ലപ്പ, നവകേരള സദസ്സിൽ പോലീസ് തല്ലിച്ചതച്ചതിന് ശേഷമാണോ അവർ ഇതിലൊക്കെ പെട്ടുപോയത്? അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അല്ലാതെ ആർക്കും അത് അറിയില്ല. അല്ല, മൂപ്പരാണ് VD സതീശൻ എന്ന ഒരു ഫേസ്ബുക്ക് പേജിന്റെ കോർഡിനേറ്റർ എന്നാണ് മൂപ്പരനെ പറയുന്നത്. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. അത് ശരിയാണ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിലൊന്നും മൂപ്പരുടെ പേരുണ്ടാവില്ല. അത് സർക്കാർ ശമ്പളം വാങ്ങുന്നവരായിരിക്കുമല്ലോ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഈസിയായി കൈ കഴുകാം. എന്തോ ആവട്ടെ. ഇനി വേറെന്തെങ്കിലും പറയാനുണ്ടാ CMA? വിശദമായിട്ട് കൗണ്ടർ ആരോപണം വല്ലതും പറയാനുണ്ടാ? ഈ ആളെ തൂഫാൻ പദ്ധതി പ്രകാരം അറസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അയാൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാളെ ഇടപെട്ടു എന്നുള്ളതിൻ്റെ ആക്ഷേപമുണ്ടോ? അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്, റിമാൻഡ് ചെയ്തു. പ്രൊട്ടക്റ്റ് ചെയ്തില്ല, ആരെയും ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല. പിന്നെ പലരും വന്നിട്ട് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞ് എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഴുവൻ ലഹരി കച്ചവടമാണെന്ന്. പിന്നെ ഞാനൊന്നും പറയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയണമുണ്ട്. അല്ലല്ല നിക്കി എന്ന് പറഞ്ഞു നിർത്തട്ടെ. ഐശ്വര്യൻ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് വന്ന് പറയും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി കച്ചവടം ഒന്ന് പാർട്ടി സെക്രട്ടറി പറയാം. എൻ്റെ പേഴ്സണൽ സ്റ്റാഫാണ്. എന്താ ഉള്ളത്? നിങ്ങൾക്കറിയാല്ലേ, മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 100 ദിവസം ജയിലിൽ കിടന്നപ്പോൾ ഈ സെക്രട്ടറി എവിടെയായിരുന്നു? ഈ പാർട്ടി സെക്രട്ടറി. ഇതെന്താ വരാത്തതെന്ന് കരുതിയാണ് ഞാൻ കാത്തിരുന്നത്. അതേതായാലും വന്ന സ്ഥിതിക്ക് നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. പറഞ്ഞ കാര്യം കേട്ടല്ലോ, ഇനി പറയാത്ത കാര്യത്തിലേക്ക്. മുഖ്യമന്ത്രിയുടെ ഒരു ശ്രമം, പണ്ടേ ചില പ്രത്യേകതര നേതാക്കൾ നടത്തുന്ന ഒരു ശ്രമം, അതായത് കുറ്റകൃത്യങ്ങളിൽ നമ്മളെ ആരെങ്കിലും അടുപ്പമുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകൾ പിടിക്കപ്പെടുമ്പോൾ അവർ തങ്ങളുടെ അടുപ്പക്കാരനായിരുന്നു എങ്കിൽ അവർ വേറെ പല ത്യാഗങ്ങളും സഹിച്ചിട്ടുകൂടി ഉണ്ട് എന്ന് വരുത്തി തീർക്കുക. അപ്പോൾ അവർ ഒരു ത്യാഗിയാണ്, ഇതിലൊക്കെ പെട്ടുപോയവരാണ് എന്ന് വരുത്തി തീർക്കുക.
ഈ MDMA-കാർ പിടിക്കപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആകപ്പാട് പ്രതിരോധത്തിലായി നിൽക്കുമ്പോൾ ഇന്നലത്തെ മാതൃഭൂമി പത്രം വഴിയാണ് നമ്മൾ ആദ്യത്തെ മഹത്വവൽക്കരണം കണ്ടത്. മാതൃഭൂമി പത്രത്തിലെ വാർത്തകളുടെ കാര്യം നമ്മൾ വേറൊരു വീഡിയോയിൽ സംസാരിച്ചിരുന്നല്ലോ. മൂപ്പര് ഭയങ്കര പിണറായിക്കെതിരായി പോരാടിയ ആളാണ് എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത. കേരളത്തിൽ പിണറായി വിജയനെതിരായി എക്കാലത്തുമുള്ള പൊതുവികാരം ഉപയോഗിച്ച് ഇയാൾ പിണറായിക്കെതിരെ നവകേരള സദസ്സിനെതിരെ പോരാടിയ മഹാനാണ് എന്ന് വരുത്തിർക്കുക. അപ്പോൾ പിന്നെ പകുതിക്കാരി ഈസിയായി. ഇനി ജനൻ TV മുതൽ ഏഷ്യാനെറ്റും മീഡിയ വണ്ണും മാതൃഭൂമിയും മനോരമയും വരെ അക്കാര്യത്തിൽ കൂടെ നിൽക്കും. അങ്ങനെയാണ് ഈ MDMA-കാരൻ നവകേരള സദസ്സിനെതിരായി പോരാളിയാക്കപ്പെട്ട് ചിത്രീകരിക്കപ്പെട്ടത് എന്ന് ഒരു സൈഡുണ്ട്. വി ഡി സതീശൻ കൂടി അത് പറഞ്ഞതോടെ മൂപ്പരുടെ മയക്കുമരുന്ന് കുറ്റകൃത്യത്തിൻ്റെ കനം ഒരു പകുതി കുറഞ്ഞു. ഇനി മുഖ്യമന്ത്രി പറഞ്ഞത് ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്താലോ? ശരിക്കും മൂപ്പര് നവകേരള പോരാളിയായിരുന്നോ? മൂപ്പർക്ക് പരിക്കേറ്റിരുന്നോ? ഈ രണ്ട് കാര്യം ഫാക്ട് ചെക്ക് ചെയ്യാം. ആദ്യം ഞാനൊരു ചിത്രം കാണിക്കാം. ഹുസൈൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലെ ചിത്രമാണിത്. ഈ ചിത്രം അപ്ലോഡ് ചെയ്തത് 2021 സെപ്റ്റംബർ 4-നാണ്. ഇനിയും വേറെയും ചിത്രമുണ്ട്. നമുക്ക് ഇതിൽ നിന്നും തുടങ്ങാം. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് കാണിക്കുന്നു, നമുക്ക് വിശകലനം ചെയ്യാനുള്ള ഒരു മാർഗം. ഡേറ്റ് ശ്രദ്ധിക്കണം. ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തത് 2021 സെപ്റ്റംബർ 4. ഇനി നവകേരള സദസ്സിൽ അടിയേറ്റു, പരിക്കേറ്റു, കഷ്ടപ്പെട്ടു വാത്താനാണല്ലോ പറഞ്ഞു വരുന്നത്. ആ നവകേരള സദസ്സ് എപ്പോഴാണ് നടന്നത്? അതിൻ്റെ നോട്ടീസാണിത്. നവകേരള സദസ്സിൻ്റെ ഡേറ്റ് നവംബർ 18 മുതൽ ഡിസംബർ 24 വരെ. ഇതിൽ എറണാകുളത്ത് ഡിസംബർ 7 മുതൽ 10 വരെയാണ് നവകേരള സദസ്സ് നടന്നത്. അപ്പോൾ MDMA കേസ് പ്രതി വി ഡി സതീശനൊപ്പമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് 2021 സെപ്റ്റംബർ 4-ന്. നവകേരള സദസ്സോ 2023-ലാണ്. നവകേരള യാത്രയ്ക്ക് മുമ്പ് ഒക്ടോബർ 21-നും 30-നും വി ഡി സതീശനൊപ്പമുള്ള മറ്റ് 2 ചിത്രവും മൂപ്പര് പങ്കുവച്ചു. ഇനി പരിക്കിൻ്റെ അപ്പോൾ കാര്യം പിടിയിട്ടല്ലോ. ആദ്യം അപ്ലോഡ് ചെയ്ത ചിത്രം 2021-ലാണ്. നവകേരള സദസ്സ് പിന്നെയും 2 വർഷം കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ രണ്ടും താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നവകേരള സദസ്സും മൂപ്പരുടെ പരിചയവും തമ്മിൽ ബന്ധമില്ല, ഉണ്ട്. അത് നവകേരള സദസ്സിന് മുന്നേ പരിചയമുണ്ട് എന്നുള്ളത് ഈ ചിത്രം വ്യക്തമാക്കും. ഇനി രണ്ടാമത്തെ കാര്യം, പരിക്കിൻ്റെ കാര്യത്തിലേക്ക്. കഠിനമായ പരിക്കാണെന്നാണ് മുഖ്യമന്ത്രി മഹത്വവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞത്. ഈ ഹുസൈൻ നവകേരള യാത്രയ്ക്ക് ഒറ്റക്ക് നിന്ന് കൊടി കാണിക്കുന്ന ഒരു വീഡിയോ മൂപ്പരുടെ തന്നെ പേജിലുണ്ട്. അതെടുത്ത് VD മീഡിയകൾ ഒഴികെയുള്ള ചാനലുകൾ ഇപ്പോൾ വാർത്തയായി നൽകിയിട്ടുമുണ്ട്. റിപ്പോർട്ടർ TV നൽകിയ വീഡിയോ ഇതാണ്. ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. ഇതിൽ തല്ലിച്ചതക്കുന്നതൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ കാണാതെ തല്ലിച്ചതച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. എന്നാൽ 2023 ഒക്ടോബർ 27-ന് മൂപ്പരുടെ പേജിൽ നൽകിയൊരു ഫോട്ടോയുണ്ട്. അതിൽ ഒരു പരിക്കുമില്ല. പരാതിയും പരിഭവവും പറയാനിടം എന്ന തലക്കെട്ടിൽ ഹുസൈൻ വി ഡി സതീശനൊപ്പം പങ്കുവച്ച ചിത്രവും വീഡിയോയുമാണ്. അതിലും പരിക്കില്ല. ചുരുക്കത്തിൽ മുഖ്യമന്ത്രി MDMA കേസ് പ്രതി കൊള്ളാവുന്നയാളാണ് എന്ന് വരുത്താൻ പറഞ്ഞ 2 കാര്യങ്ങളുടെയും ഉള്ളടക്കം അത് കറക്റ്റല്ല, ഫാക്റ്റല്ല പറഞ്ഞത്. അതായത് ഒന്ന്, നവകേരള സദസ്സിന് ശേഷമാണ് കണ്ടത് എന്ന് അതിനു മുമ്പ് തന്നെ മൂപ്പര് കണ്ടിട്ടുണ്ട്. രണ്ടാമത്തേത്, നവകേരള സദസ്സിൽ പരിക്കേറ്റു എന്നത്. പരിക്കേറ്റിട്ടില്ല എന്ന് ചിത്രങ്ങളും വീഡിയോകളും പറയുന്നു. അതും ഫാക്റ്റല്ല. പിണറായിയെ ചീത്ത വിളിച്ചും പ്രസ് മീറ്റ് നടത്തിയും അപരാധം പറഞ്ഞും മാത്രം മുന്നോട്ട് പോയി ഹീറോകളായ നിരവധി നേതാക്കൾ തന്നെ നമ്മുടെ ചുറ്റുമുണ്ട്. നവകേരള യാത്രയുടെ ചെലവിൽ കരിങ്കൊടി കാണിച്ചും സമരം ചെയ്തും പ്രഗത്ഭരും പ്രശസ്തരുമായി പിന്നീട് മാറിയ വേറെ ചിലരും ഉണ്ട്. അത്തരക്കാരിൽ ചിലരൊക്കെ പിന്നീട് സ്ത്രീ പീഡനത്തിലും നിർബന്ധ ഗർഭചിത്രത്തിലും രാസലഹരി കേസിലും ഒക്കെ പെട്ട് വാർത്തകളിൽ നിറഞ്ഞത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അല്ലാത്തവരുണ്ട് കേട്ടോ. എന്തായാലും ഈ കുറ്റകൃത്യത്തിൽപ്പെടുന്ന ആളുകളുടെ എല്ലാം അവരുടെ കുറ്റകൃത്യത്തിന് മേൽ പിണറായിക്കെതിരായ നവകേരള സദസ്സിനെതിരായ പോരാട്ടം ഒരു മഹത്വമായി കയറി നിന്നു. അതിൻ്റെ പേരിൽ മാധ്യമ പരിലാളനയും ഭൂരിഭാഗം അണികളുടെ പിന്തുണയും അവർക്ക് നേടിയെടുക്കാനുള്ള മാർഗം തുറന്നു കിട്ടി. മാത്രമല്ല അവരുടെ കുറ്റകൃത്യത്തിൻ്റെ കാനം ഒന്ന് കുറയുകയും ചെയ്തു. എന്നിട്ട് അവർക്കൊക്കെ ഇടക്കിടക്ക് വന്നിട്ട് ഈ പഴയ പരിപാടി തുടർന്നുകൊണ്ട് അവരുടെ കുറ്റകൃത്യത്തെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താനും കഴിയും. അതുകൊണ്ട് അവർ പുറത്തിറങ്ങി ഇപ്പോൾ സുഖമായി വിഹരിക്കുന്ന നിരവധി പേര് ഉണ്ട്. അക്കൂട്ടത്തിൽ ഒരാൾ കൂടിയായി എന്ന് കണ്ടാൽ മതി. കൂടുതൽ കുരുങ്ങിയാൽ അതിനെല്ലാം ഉത്തരവാദിയായ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് സതീശൻ ആവശ്യപ്പെടാവുന്നതാണ്. അതിലും വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, നവകേരള സദസ്സിൽ അടി കൊണ്ടുകൊണ്ടല്ലേ ഇങ്ങനെ ആയത്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നൊരു ഡയലോഗും പ്രസ് മീറ്റിൽ വെച്ച് പിന്നീട് കാച്ച. അപ്പൊ എങ്ങനെയാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ? പ്ലീസ്, ഞാൻ പറയുമല്ലേ മറുപടി, പ്ലീസ്. ഹുസൈൻ്റെ കാര്യത്തിലും തീരുമാനമായല്ലോ അല്ലേ? ഞാൻ പറയുമല്ലേ, അങ്ങ് ചോദിച്ചതിന് ഞാൻ മറുപടി പറയല്ലേ? ആയിക്കോട്ടെ. എന്തായാലും ഹുസൈനെ വരെ പിടിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ വി ഡി സതീശൻ സർക്കാർ, ചെന്നിത്തലയുടെ പോലീസ്, ആ ഇടപെടാത്ത സർക്കാർ മഹത്വത്തിൻ്റെ പ്രതീകമായി തൂഫാൻ നേതൃത്വത്തെ പുനഃസംഘടിപ്പിച്ച മഹാത്മ്യം. ഒന്നുമില്ല, രാസലഹരി കേസിൽ ഹുസൈനെ പിടിക്കുമ്പോൾ നോഡൽ ഓഫീസറായിരുന്ന പുട്ട വിമലാദിത്യ ഒന്ന് അവധിയിൽ പോയി. പുതിയൊരാളെ അവിടെ നിയമിച്ചു. ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരുണ്ടിൽ ബധ. മുഖ്യമന്ത്രിക്ക് നല്ലത് മാത്രം വരട്ടെ. ഹുസൈന് ലഹരിമുക്ത ട്രെയിനിങ് കൊടുക്കാൻ സർക്കാരിനും പാർട്ടിക്കും കഴിയട്ടെ. നന്ദി, നമസ്കാരം.